നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് പുരാണത്തിൽ നിന്നുള്ള ഒരു കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കഥ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയതുകൊണ്ടാണ് ഞാനിവിടെ ഇത് ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. ഒരിക്കൽ ബലരാമനും ശ്രീകൃഷ്ണനും തങ്ങളുടെ ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള ഒരു പട്ടണത്തിലേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അവർക്ക് യാത്രാമധ്യേ അതിഘോരമായ ഒരു വനം കടന്നു വേണം ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഇവർ പോകുന്ന വഴിക്ക് അവർക്ക് ചില പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വന്നതിനാൽ അവരുടെ യാത്ര കുറച്ച് താമസിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വനത്തിലേക്കുള്ള പ്രവേശനവും താമസിച്ചു പോയി. അവർ വനത്തിൽ കൂടി അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സന്ധ്യയാകുകയാണ്, ഇരുട്ട് വീണു. അവർ ഇപ്പോഴാണെങ്കിൽ വനത്തിൻ്റെ മധ്യത്തിലാണുള്ളത്. അവർക്ക് മുൻപോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ട് വരികയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ തങ്ങിയിട്ട് നാളെ കാലത്ത് നമ്മുടെ യാത്ര തുടരാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ തങ്ങാൻ തീരുമാനിച്ച ഉടനെ നമ്മൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഉറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് ബലരാമൻ പറയുകയാണ്. അപ്പോൾ കൃഷ്ണൻ ഒരു ഉപായം പറയുകയാണ്. ആദ്യം ഞാൻ ഉറങ്ങാം, ആ സമയത്ത് ചേട്ടൻ എനിക്ക് കാവൽ നിൽക്കുക. ചേട്ടൻ എപ്പോൾ ഉറക്കം വരുമോ അപ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എണീറ്റ് കാവൽ നിന്നുകൊള്ളാം, അങ്ങ് ഉറങ്ങിക്കോളൂ എന്ന് പറയുകയാണ്. ബലരാമന് വളരെ സന്തോഷമായി. എന്തെന്നാൽ തൻ്റെ അനുജൻ്റെ സൗകര്യവും സന്തോഷവുമാണ് അദ്ദേഹത്തിന് പ്രധാനം. അതുകൊണ്ട് തന്നെ അനുജനോട് ഉറങ്ങിക്കൊള്ളാൻ പറയുകയാണ്. അങ്ങനെ കൃഷ്ണന് ചുറ്റും ബലരാമൻ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബലരാമൻ്റെ മുമ്പിലേക്ക് ഒരു ഭീകര ജീവി ചാടി വീഴുകയാണ്. ആ സത്വം അലറുകയാണ്. അത് കേട്ട് ബലരാമൻ ഭയപ്പെട്ടു പോവുകയാണ്. ബലരാമൻ ഭയപ്പെട്ടതും ആ സത്വത്തിൻ്റെ വലിപ്പം ഇരട്ടിയായി മാറുകയാണ്. ഇപ്പോൾ നേരത്തേതിനേക്കാളും വളരെ ഭീകരമായൊരു രൂപമായി മാറുകയാണ്. അതിനുശേഷം ആ സത്വം വീണ്ടും അലറുകയാണ്. അപ്പോഴേക്കും ബലരാമൻ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി ഭയന്നുപോയി. വീണ്ടും ഈ ജീവിയുടെ വലിപ്പം ഇരട്ടിയാകുകയാണ്. അങ്ങനെ വീണ്ടും ഈ ജീവി അലറി. ബലരാമൻ ഭയന്ന് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ബോധം കെട്ട് നിലത്ത് വീഴുകയാണ്. കൃഷ്ണ എന്ന വിളി കേട്ട് കൃഷ്ണൻ ഉണരുകയാണ്. അദ്ദേഹം നോക്കുമ്പോൾ തൊട്ടടുത്ത് ബലരാമൻ കിടപ്പുണ്ട്. അദ്ദേഹം ഉറങ്ങുകയാണെന്ന് തെറ്റിദ്ധരിച്ച് കൃഷ്ണൻ ബലരാമന് ചുറ്റും ഉലാത്തുകയാണ്. അപ്പോഴാണ് അടുത്തുള്ള ആ ഭീകരജീവി വീണ്ടും അലറുന്നത്. കൃഷ്ണൻ ആ ഭീകരജീവിയുടെ നേരെ തിരിഞ്ഞ് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഒട്ടും ഭയമില്ലാതെ വളരെ കൂളായിട്ട് എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ആ ഭീകര സത്വത്തിൻ്റെ വലിപ്പം പകുതിയായിട്ട് കുറയുകയാണ്. അതികോപാകുലനായിട്ട് ആ ജീവി വീണ്ടും അലറുകയാണ്. ഇപ്പോഴും വളരെ സൗമ്യനായിട്ട് കൃഷ്ണൻ ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വേണ്ടതെന്ന്. വീണ്ടും ആ സത്വത്തിൻ്റെ വലിപ്പം പകുതിയായിട്ട് കുറയുകയാണ്. അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബലരാമൻ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. ഉണർന്ന ഉടനെ അദ്ദേഹം പെട്ടെന്ന് ചാടി എണീക്കുകയാണ്. ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം ഓർത്തുകൊണ്ട് ചാടി എണീക്കുകയാണ്. എന്നിട്ട് കൃഷ്ണനോട് പറയുകയാണ്, ഇന്നലെ രാത്രി അതിഭീകരനായ ഒരു ജീവി ഇവിടെ വന്നു. ആ സത്വം എന്നെ നോക്കി അലറി. അപ്പോൾ ഞാൻ ഭയന്നുപോയി, അത് ഇരട്ടി വലിപ്പം വെച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ കൃഷ്ണൻ മുണ്ടിൻ്റെ കോന്തല ഇങ്ങനെ പൊക്കിയിട്ട് അതിന് മൂലയ്ക്ക് കെട്ടിയിരിക്കുന്ന ഒരു ജീവി എടുത്ത് കാണിക്കുകയാണ്. ഇതിനെപ്പറ്റിയാണോ ഏട്ടൻ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ഇതിനെപ്പറ്റി തന്നെയാണ്, പക്ഷേ ഞാൻ കാണുമ്പോൾ അത് വളരെ വലിപ്പം കൂടിയ ഒരു ജീവിയായിരുന്നു, അല്ലെങ്കിൽ ഒരു സത്വമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ കൃഷ്ണൻ ചോദിക്കുകയാണ്, അത് കണ്ട് ഏട്ടൻ ഭയന്നു പോയിരിക്കും അല്ലേ എന്ന്. അപ്പോൾ ബലരാമൻ പറയാണ്, അതെ എന്ന് പറയുകയാണ്. പക്ഷേ ഞാൻ ഭയന്നില്ല. അപ്പോൾ ആ ജീവിയുടെ ആ സത്വത്തിൻ്റെ വലിപ്പം പകുതിയായി കുറഞ്ഞു. വീണ്ടും അലറി, പക്ഷേ ഞാൻ ഒട്ടും തന്നെ ഭയപ്പെട്ടില്ല. അപ്പോൾ അതിൻ്റെ വലിപ്പം വീണ്ടും കുറഞ്ഞു. അങ്ങനെയാണ് ഈ ജീവി ഇങ്ങനെയായി മാറിയത് എന്ന് കൃഷ്ണൻ പറയുകയാണ്. ഇപ്പോൾ ഇതിൽ എന്ത് സിഗ്നിഫിക്കൻസാണ് നമ്മുടെ ജീവിതവുമായിട്ടുള്ളത് എന്നാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. എന്തെന്നാൽ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചില പ്രശ്നങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ തന്നെ ഭയപ്പെട്ടു പോവുകയാണ്. നമ്മൾ എപ്പോഴും ഭയപ്പെടുമോ അപ്പോൾ ആ പ്രശ്നങ്ങളുടെ വലിപ്പം ഇരട്ടയാകുകയാണ്. നമ്മളത് അവോയ്ഡ് ചെയ്യും തോറും ആ പ്രശ്നത്തിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു പ്രശ്നം വരികയാണെങ്കിൽ അതിനെ വളരെ സൗമ്യതയോടുകൂടി, നമ്മൾ വളരെ സമാധാനത്തോടുകൂടി അത് കണ്ട് ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാണ് വേണ്ടത്. അത് നമ്മൾ സോൾവ് ചെയ്യാതെ അതിനെ നോക്കി ഭയപ്പെട്ടിരുന്നാൽ ആ പ്രശ്നം വീണ്ടും വീണ്ടും വലുതാകും. അത് ഡബിളും ട്രിപ്പിളും ഒക്കെ ആയി മാറി നമ്മൾക്കൊരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്തത്ര വലുപ്പത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ആദ്യം തന്നെ ആ പ്രശ്നത്തിനെ നേരിട്ട് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ, കൃഷ്ണനും ബലരാമനും അവർ രണ്ടുപേരും വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെയാണ്. ബലരാമൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രശ്നത്തെ കണ്ട് ഭയപ്പെടുന്ന ഒരു വ്യക്തിയെയും, കൃഷ്ണൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രശ്നത്തെ കണ്ട് അതിനെ ധൈര്യത്തോടെ നേരിടുന്ന ഒരു വ്യക്തിയുമായിട്ടാണ്. അങ്ങനെ നമ്മളെല്ലാവരും നമ്മൾ കാണുന്ന പ്രശ്നങ്ങളെ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ ധൈര്യത്തോടെ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇത് ഗുണകരമായി തീരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.